ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഗോൾഡിനെ പറ്റി ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2026 ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 2025 നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് ഒരുപാട് കൂടി, ഓൾമോസ്റ്റ് 60% മേലെ കൂടിയിട്ടാണ് 2025 അവസാനിച്ചത്. ബാക്കി ഇപ്പം നിഫ്റ്റി 50 ആയാലും S&P 500 ഒക്കെ ആയാലും ഒന്നും അത്രയൊന്നും റിട്ടേൺസ് തന്നില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം കൂടിയപ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് ഗോൾഡ് വാങ്ങാൻ ആലോചിക്കുന്നവരായിരിക്കും നമ്മളിലേറെ പലവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഗോൾഡ് 2026 എങ്ങനെ ബിഹേവ് ചെയ്യും, അതുകൂടാതെ എന്തുകൊണ്ടാണ് 2025 ഇത്രയധികം റണ്ണപ്പ് ഗോൾഡിനുണ്ടായത്, പിന്നെ ഹിസ്റ്റോറിക്കലി ഗോൾഡ് പ്രൈസ് ഇങ്ങനെ കൂടിയിട്ടുള്ള കാലത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് എന്തായിരുന്നു ആ റീസൺ 65% ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഗോൾഡിന്റെ പ്രൈസ് കൂടിയൊരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ലോകത്തിലെ എല്ലാ കൺട്രീസും അവരുടെ സെൻട്രൽ ബാങ്ക് ഡീ ഡോളറൈസേഷന്റെ ഭാഗമായിട്ട് ഗോൾഡ് റിസർവ് കൂട്ടാൻ തുടങ്ങി. അതായത് സാധാരണ എല്ലാ കൺട്രീസിൻ്റെയും കയ്യിൽ US ഡോളർ റിസർവ് ഉണ്ടാവും. അതായത് US ഡോളർ ഒരു സേഫ് കറൻസി ആയിട്ടാണ് എല്ലാ കൺട്രീസും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും US ബോണ്ടും ഡോളർ റിസർവ് എന്ന് പറയും, ഒരുപാട് US ഡോളർ കയ്യിൽ കരുതും. പക്ഷേ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും അവരുടെ ഡോളർ ഡംപ് ചെയ്തിട്ട് ഗോൾഡ് വാങ്ങിക്കാൻ തുടങ്ങി. അതായത് കയ്യിലുള്ള ഡോളറിനെ കൊടുക്കുന്നു, പകരം ഗോൾഡ് വാങ്ങുന്നു. ഇതിനുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് US ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നു, രണ്ടാമതെന്ന് പറയുന്നത് ഡീ ഡോളറൈസേഷൻ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ലോകത്തെല്ലാവരും ഡോളറിനെ ഡംപ് ചെയ്യുക, അതായത് US ഡോളറിനെ വീക്കൻ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. അതായത് എന്തിനാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ US ഡോളർ ഇങ്ങനെ കയ്യിൽ കരുതി വെക്കുന്നത്, US ഡോളറിൻ്റെ വാല്യൂ എന്തിനാണ് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, US ട്രസ്റ്റ് നഷ്ടപ്പെടുന്നു ബാക്കി രാജ്യങ്ങൾക്ക്. പിന്നെ കൂടാതെ ജിയോ പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്. അതായത് അത് ഒരുപാട് വാർ സിറ്റുവേഷൻ പോലെ ഉണ്ട്. നമുക്കറിയാം, റഷ്യ യുക്രൈൻ വാർ കുറേ വർഷമായിട്ട് നടക്കുന്നു. പിന്നെ ഇപ്പോൾ ഇറാനിലുള്ള പ്രശ്നം, പിന്നെ വെനിസ്വേലയിൽ നടന്ന പ്രശ്നം, അങ്ങനെ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ പ്രശ്നം, തായ്വാൻ്റെ പ്രശ്നമുണ്ട്, ചൈന തായ്വാൻ, ഇന്ത്യ പാകിസ്ഥാനിലുള്ള ഒരു വിഷയം ഉണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടി വരുന്ന ഒരു കാലമായിട്ട് കാണുന്നത് കൊണ്ടും ഗോൾഡ് യൂഷ്വലി ആൾക്കാർ വാങ്ങി വെക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഗോൾഡിന് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് വന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് വല്ലാതെ അധികം കൂടിപ്പോയി. അതുകൊണ്ടാണ് 2025 ഗോൾഡിൻ്റെ പ്രൈസ് കൂടിപ്പോയത്. ഇനി ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 1980s ഇതേപോലെ ഗോൾഡിന് വലിയൊരു റണ്ണപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് ഡീക്ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. കുറേ വർഷത്തേക്ക് ഗോൾഡ് ഒരു സൈഡ് വേസ് ആയിട്ട്, അതായത് ഡിക്ലൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ പ്രൈസ് അങ്ങനെ കൂടിയിട്ടും ഇല്ല കുറഞ്ഞിട്ടും ഇല്ല എന്നങ്ങനെ ഓൾമോസ്റ്റ് ഒരു 20 years സൈഡ് വേസ് ആയിട്ടാണ് പോയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് 1980s ഡീക്ലൈൻ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് US അവർ കൊണ്ടുവന്ന പോളിസി ചേഞ്ചസ് കാരണം US ഡോളർ വീണ്ടും സ്ട്രെങ്തൻ ആയി. അതുകൊണ്ട് ആൾക്കാർ ഗോൾഡ് വിറ്റിട്ട് വീണ്ടും US ഡോളർ ബോണ്ടൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. കാരണം അവർ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കൂട്ടി. US സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസൊക്കെ ഇടിഞ്ഞു, കാരണം കറൻസി ൻ്റെ വാല്യൂ കൂടി. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നോക്കുകയാണെങ്കിൽ 2026 US അങ്ങനെ ആ ഒരു പോളിസി ചേഞ്ച് ഇപ്പോൾ അവരെന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം ഇടിയാനുള്ള സാധ്യത കറൻ്റ്ലി ഇല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് മറ്റൊരു റീസൺ ഗോൾഡിൻ്റെ പ്രൈസ് കൂടാനുള്ളത്. അത് ഓൾറെഡി എസ്കലേറ്റ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. പല പല രാജ്യങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇറാനിലെ പ്രശ്നം, മറ്റൊന്നെന്ന് പറയുന്നത് അമേരിക്ക ഗ്രീൻലാൻഡിനെ ആക്രമിക്കുമോ, ചൈന തായ്വാനെ ആക്രമിക്കുമോ, ഇതുപോലെ രാജ്യങ്ങൾ ക്രോസ് ബോർഡർ ആയിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗോൾഡ് ആൾക്കാർ കൂടുതൽ അതിൻ്റെ പ്രൈസ് കൂടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വലിയൊരു റാലി ഉണ്ടാവുമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല, ഓണസ്റ്റ്ലി ആർക്കും അറിയില്ല. പക്ഷേ അത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത, പ്രോബബിലിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഇടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയേറെ ഇടിയാനുള്ള ഒരു US കറൻസി വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പോളിസി അല്ല അവിടെ. ഡൊണാൾഡ് ട്രംപിന് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൂട്ടുന്നത് അത്ര ഇഷ്ടമില്ലാത്തൊരു പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ വാല്യൂ വീണ്ടും ഇടിയാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇനിയും കയറി പോകാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു വ്യൂ. പക്ഷേ എങ്കിൽ
വളരെയധികം കയറി പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം ഓൾറെഡി അത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി കയറില്ല എന്ന് നമുക്ക് ബ്ലൈൻഡ്ലി പറയാൻ പറ്റില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഇനി സെൻട്രൽ ബാങ്ക്സ് കുറച്ചും കൂടി ബൈയിങ്ങിൻ്റെ റേറ്റ് കുറച്ച് കുറക്കാനാണ് സാധ്യത. കാരണം അവർ ഇത്രയും എലിവേറ്റഡ് ലെവലിൽ വാങ്ങിക്കുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അവർ ഏതാണ്ട് ഒരു ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു വ്യൂ. നിങ്ങളുടെ വ്യൂ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.